ഒരിക്കലും ഞാനിങ്ങനെ വീണല്ലോ, എനിക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റുന്നില്ലല്ലോ, അല്ലെങ്കിൽ ഞാൻ ഇനി ഒരു അച്ഛനായി പോയി ഇനി എന്നാ ചെയ്യും, ആ വക ചിന്തകളൊന്നും എന്നെ അലട്ടിയില്ല. എന്തോ തമ്പുരാൻ്റെ വലിയ കൃപയിൽ അത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് എനിക്ക് സാധിച്ചു എന്നുള്ളതാണ്. ഇന്നെനിക്ക് വേദനയുടേതോ ഞെരുക്കത്തിൻ്റേതോ നിൻ്റെ പീഡാസഹനങ്ങളോട് ചേർന്ന് നിൽക്കാനായിട്ടുള്ള അവസരങ്ങളൊന്നും കിട്ടിയില്ലല്ലോ, അതുകൊണ്ട് നീ എന്നെ മറന്നോ എന്ന് ചോദിക്കുന്ന അൽഫോൻസാമ്മയുടെയൊക്കെ അത് ഞാൻ ചിലപ്പോൾ ചിന്തിക്കാറുണ്ട്. കർത്താവ് നമുക്ക് തരുന്നതാണ്, അല്ലാതെ കർത്താവ് അറിയാതെയോ സാന്ദർഭികമായിട്ടോ ബൈ ചാൻസ് ആയിട്ടോ ഒന്നും സംഭവിച്ചതല്ല. ഇത് കർത്താവിൻ്റെ മഹത്വം വെളിപ്പെടുത്താനായിട്ട് നമ്മളെ ഓരോരുത്തരെയും അവിടുന്ന് ഒരു ഉപകരണങ്ങളാക്കുന്നതായിട്ടാണ് ഞാൻ കാണുന്നത്. ഇത് ഞങ്ങളുടെ ഒരു സഹോദര വൈദികൻ്റെ കഥയാണ്. 7 വർഷം മുമ്പ് അരയ്ക്ക് താഴോട്ട് തളർന്നു പോയിട്ടും ബലിയർപ്പണത്തിൻ്റെ ശക്തി ചോരാതെ ബലിയർപ്പിക്കുന്ന ഒരു പുരോഹിതൻ്റെ അത്ഭുത കഥ. അച്ഛൻ പറയും, അന്നത്തെ ബലിയല്ല ഇന്നത്തെ ബലി. ഇന്നെൻ്റെ വിശ്വാസം ഒരുപാട് വർദ്ധിച്ചിട്ടുണ്ട്. ഇന്ന് ഞാൻ ബലിയിൽ ക്രിസ്തുവിനെ കാണുന്നുണ്ട്. നമുക്ക് ആ വൈദികൻ്റെ ജീവിതാനുഭവത്തിലേക്ക് കടന്നു ചെല്ലാം. ഞാൻ ഫാദർ തോമസ് വരകിൽ MCVS സഭയിൽപ്പെട്ട ഒരച്ഛനാണ്. എൻ്റെ വീട് കോതമംഗലം രൂപതയിലെ കരയന്താനി ഇടവകയിലാണ്. വൈദികനായിട്ടിപ്പം ഏകദേശം 48 വർഷം പൂർത്തിയായി 49ാം വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ്. കേരളത്തിന് പുറത്ത് കർണാടകയിലും കുറച്ചു കാലം വിദേശത്ത് ഇറ്റലിയിലുമൊക്കെ പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യാനായിട്ട് എനിക്ക് സാധിച്ചു. ഇറ്റലിയിലെ 2 രൂപതകളിൽ ഈമുള ഡയസിസിലും ലഞ്ചാനോ ഓർത്തോണ ഡയസിസിലും ആയിട്ട് വികാരിയായിട്ടും ആശുപത്രിയുടെ ചാപ്ലിനായിട്ടുമൊക്കെ ജോലി ചെയ്തു. 10 വർഷം പൂർത്തിയാകുമ്പോൾ ഞങ്ങളുടെ സഭാ നിയമം അനുസരിച്ച് ഒരു ഇടവേള വേണമെന്നുണ്ട്. 10 വർഷം വിദേശത്ത് കഴിഞ്ഞാൽ കുറച്ചു കാലം നാട്ടിൽ വന്നു നിന്നതിന് ശേഷം വീണ്ടും വേണമെങ്കിൽ പോകാം, അല്ലെങ്കിൽ അധികാരികൾക്ക് വിടാം. അതുകൊണ്ട് ഞാൻ അങ്ങനെയൊരു ആവശ്യത്തിനായിട്ട് നാട്ടിലേക്ക് വന്നതാണ്. എൻ്റെ പൗരോഹിത്യ സ്വീകരണത്തിൻ്റെ 40 വർഷം പൂർത്തിയായ റൂബി ജൂബിലിക്ക് കൂടെ കണക്കാക്കിയാണ് വന്നത്. മെയ് 13-ാം തീയതി ഫാത്തിമ മാതാവിൻ്റെ പെരുന്നാൾ ദിവസം റൂബി ജൂബിലി ആഘോഷിക്കാനായിട്ട് ഇടവകയിലെ പാരീഷുകൾ ബുക്ക് ചെയ്യുകയും 40 അച്ഛന്മാർ ചേർന്നുള്ള സമൂഹബലിയെല്ലാം അറേഞ്ച് ചെയ്തിരുന്നതാണ്. 13-ാം തീയതിയാണ് നിശ്ചയിച്ചിരുന്നത്. അതിന് 8-ാം തീയതി രാവിലെയാണ് ഇങ്ങനെയൊരു 30 അടി പൊക്കത്തിൽ നിന്ന് ഞാൻ വീഴാനിടയായത്. ആ വീഴ്ചയെ തുടർന്നുണ്ടായ ബുദ്ധിമുട്ടുകളാണ് ഇപ്പോൾ എനിക്കുള്ളത്. പരസഹായം കൂടാതെ ഒന്നും ചെയ്യാൻ പറ്റുകയില്ല. അരയ്ക്ക് താഴോട്ട് തളർന്നു പോയി. എങ്കിലും തമ്പുരാൻ്റെ കൃപയിൽ ഇന്നിപ്പം എല്ലാ ദിവസവും വിശുദ്ധ കുർബാന അർപ്പിക്കാനും മറ്റ് കുദാശകളൊക്കെ പരികർമ്മം ചെയ്യാനും ഒക്കെ സാധിക്കുന്നുണ്ടെന്നുള്ളത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. പൗരോഹിത്യ ജീവിതത്തിൽ ഞാൻ ഏറെ സന്തോഷവാനാണ്. പക്ഷേ എൻ്റെ സെമിനാരി ജീവിതം മുതലേ കണ്ണീരും കരച്ചിലുമായിട്ടാണ് ഞാൻ വളർന്നു വന്നത്. വീട്ടിലായിരുന്നപ്പോൾ തന്നെയാണെങ്കിലും ഏറെ സഹനങ്ങളിലൂടെ കടന്നു പോയിട്ടുള്ള അനുഭവമാണ് എനിക്കുള്ളത്. ഒരു കൃഷിക്കാരൻ്റെ മകനെന്നുള്ള രീതിയിൽ കഠിനാധ്വാനത്തിൻ്റെയും അതുപോലെ അല്ലലിൻ്റെയും അലച്ചിലിൻ്റെയും ഒക്കെ ഒരു ജീവിതമായിരുന്നു എനിക്കുണ്ടായിരുന്നു എന്ന് പറയാൻ ഇപ്പോൾ ഞാൻ അതിൽ സന്തോഷം കാണുന്നു. ഒരു ഡോക്ടർ അല്ലെങ്കിൽ ഒരു എൻജിനീയർ ആക്കണമെന്നായിരുന്നു എൻ്റെ ചാച്ചൻ്റെ ആഗ്രഹം. അതുകൊണ്ട് SSLC പാസ്സായി കഴിഞ്ഞ് ചാച്ചൻ എന്നെ പാലാ കോളേജിൽ കൊണ്ടുപോയി ചേർത്തു. അപ്പോൾ അതിനവിടെ അഡ്മിഷൻ കിട്ടി. എൻ്റെ ഇൻറ്റിമേഷൻ കാർഡ് വന്നത് ഞാൻ കുളിക്കാൻ പോയപ്പോൾ കീറി തോടെ ഒഴുക്കി കളഞ്ഞു. എന്നിട്ട് ചാച്ചനോട് പറഞ്ഞു അവിടെയൊന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞു. ഉടനെ എൻ്റെ ചാച്ചൻ തിരുവനന്തപുരത്ത് എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ പ്രിൻസിപ്പാളായിരുന്ന KC ചാക്കോയുടെ അടുത്ത് റെക്കമെൻഡേഷനായിട്ട് എൻ്റെ അമ്മയുടെ ആങ്ങളെയും വേറൊരാളും കൂടെ പറഞ്ഞു വിട്ടു അവിടെ അഡ്മിഷൻ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് സയൻസിന് 2 മാർക്ക് കുറവുണ്ട്. അതുകൊണ്ട് അവിടെ അഡ്മിഷൻ കിട്ടിയില്ല. അങ്ങനെ 1 വർഷം ഞാൻ വീട്ടിൽ തന്നെ നിന്ന് കാള പൂട്ടിയും മറ്റുള്ളവരുടെ പറമ്പിൽ നിന്ന് പുല്ലി എത്തിയും റബ്ബർ വെട്ടിയൊക്കെ അങ്ങനെ അങ്ങോട്ട് 1 വർഷം മുന്നോട്ട് പോയി. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ സെമിനാരിയിൽ പോരുന്നത്. ഒരിക്കലും
ഞാനിങ്ങനെ വീണല്ലോ, എനിക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റുന്നില്ലല്ലോ, അല്ലെങ്കിൽ ഞാൻ ഇനി ഒരു അച്ഛനായി പോയി ഇനി എന്നാ ചെയ്യും, അവക ചിന്തകളൊന്നും എന്നെ അലട്ടിയില്ല. ആരംഭത്തിൽ തന്നെ എനിക്ക് എന്തോ തമ്പുരാൻ്റെ വലിയ അനുഗ്രഹത്താൽ അത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. അതായത് ഞാൻ ആശുപത്രിയിൽ കിടക്കുമ്പം ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളൊക്കെ ഇങ്ങനെ കഴുത്തിന് താഴോട്ട് വളരെ തളർന്ന് കണ്ണും തുറക്കാതെ മിണ്ടാതെ ഇങ്ങനെ എവിടെയെല്ലാം കുഴലുകൾ ഇടാവോ അവിടെയെല്ലാം ഇങ്ങനെ ആക്കിയിട്ട് കിടക്കുന്ന ചെറുപ്പക്കാരെ കണ്ടപ്പോൾ ഞാൻ ഓർത്തിൻ്റെ തമ്പുരാനെ, ഞാൻ എത്രയോ ഭാഗ്യപ്പെട്ട മനുഷ്യനാണ്, ഇവർ 10-24 വയസ്സുള്ള ഇവരൊക്കെ ഇങ്ങനെ കിടക്കുന്നല്ലോ, എനിക്ക് ഇത്രയും നാളത്തെ ആയുസ് കിട്ടിയല്ലോ, എനിക്ക് എന്തുമല്ലേലും വർത്തമാനം പറയാനും ഇരിക്കാനും ഒക്കെ സാധിക്കുന്നു എന്നോർത്ത് ഒരു സമാധാനം കിട്ടി. വേദന കൊണ്ട് വാവിട്ട് നിലവിളിച്ച ഒരു കർത്താവാണ് എൻ്റെ മുമ്പിലുള്ളത്. എൻ്റെ പിതാവേ, നീയും എന്നെ കൈവിട്ടോ, നീയും എന്നെ ഉപേക്ഷിച്ചോ, കഴിയുമെങ്കിൽ ഈ കാസ എന്നിൽ നിന്ന് എടുത്ത് മാറ്റണമേ, ഇങ്ങനെയൊക്കെ വാവിട്ട് നിലവിളിച്ച ഒരു കർത്താവിനെയാണ് എനിക്ക് കാണാൻ സാധിച്ചത്. അപ്പോൾ ഞാൻ ഓർത്തു, തളർവാദ രോഗിയെ എഴുന്നേൽപ്പിച്ച് നടത്തുകയും കുരുടന് കാഴ്ച കൊടുക്കുകയും ഊമന് സംസാരശക്തിയും ചെകിടിന് കേൾവശക്തിയും മരിച്ച് ഉയർപ്പിക്കുകയൊക്കെ ചെയ്ത തമ്പുരാൻ്റെ അവസ്ഥ ഇങ്ങനെയാണല്ലോ. ഇത്രയും എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട് അങ്ങേയധികം ദാഹവും പരവേശവും ഒക്കെയായി മുൾമുടി അണിഞ്ഞിങ്ങനെ കിടന്ന് അയ്യോ ഭാവേ പറഞ്ഞപ്പോഴും ആ ഈശോയോട് പിതാവ് അപ്പം പറയാം, എൻ്റെ മോനെ, എനിക്ക് നിന്നോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ല, നിന്നോട് താല്പര്യമില്ലാഞ്ഞിട്ടല്ല, നിൻ്റെ വേദനയും കഷ്ടപ്പാടും ദുഃഖങ്ങളും വിഷമങ്ങളും ഞാൻ മനസ്സിലാക്കാഞ്ഞിട്ടല്ല, പക്ഷേ ഞാൻ ആലോചിച്ചപ്പോൾ ഇതല്ലാതെ വേറൊരു മാർഗം മനുഷ്യവർഗത്തെ മുഴുവൻ രക്ഷിക്കാനും ഉദ്ധരിക്കാനും ഈ പീഡാസഹനവും ഈ ഒരു വഴിയല്ലാതെ വേറൊന്നുമില്ല. അതുകൊണ്ട് എൻ്റെ മോനോട് എനിക്ക് സ്നേഹമില്ലാഞ്ഞിട്ടല്ല, താല്പര്യമില്ലാഞ്ഞിട്ടല്ല, ഞാനിത് മനസ്സിലാക്കാഞ്ഞിട്ടല്ല, ഈ ഒരൊറ്റ മാർഗ്ഗമേ എനിക്കുള്ളൂ. അതുകൊണ്ട് എൻ്റെ മോനത് സമ്മതിക്കണം, അത് സ്വീകരിക്കണമെന്ന് പിതാവ് പുത്രനോട് പറഞ്ഞപ്പോൾ ആ പുത്രൻ അങ്ങനെയാണെങ്കിൽ എൻ്റെ പിതാവെ അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈശോയെ തന്നെ പൂർണ്ണമായിട്ട് അങ്ങോട്ട് വിട്ടുകൊടുക്കുന്ന ആ ഒരു രംഗമാണ് എനിക്ക് ഒത്തിരി ആശ്വാസവും സാധിപ്പം. ഞാൻ ഓർത്തു, ഇത് ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാണ്, ഇത് തമ്പുരാൻ്റെ ഒരു ഇഷ്ടമാണ്. ഞാൻ എൻ്റെ തമ്പുരാൻ അറിയാതെ ഒന്നും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല. അപ്പോൾ ഇത് ദൈവഹിതമാണെങ്കിൽ ആ പദ്ധതി നടപ്പാകട്ടെ എന്നുള്ള രീതിയിൽ ഞാൻ എന്നെ തന്നെ അങ്ങോട്ട് സമർപ്പിച്ചു, വിട്ടുകൊടുത്തു. അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷവും ആശ്വാസവും സമാധാനവും കിട്ടി. പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, അച്ഛനെ വയനാട്ടിൽ പോയി അവിടെ ആദിവാസികളുടെ അടുത്ത് വലിയ ചികിത്സയുണ്ട്, അവർ വെച്ച് കെട്ടും, അതല്ലെങ്കിൽ അച്ഛൻ ഉസ്ലാംപെട്ടിക്ക് പോകും, അവിടെ നല്ല ചികിത്സയൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് ഇന്ന ബ്രദറിൻ്റെ ധ്യാനം കൂട്, ആ അച്ഛൻ്റെ ധ്യാനം അവിടെ കൂടെ, അവിടെയൊക്കെ ഒരുപാട് രോഗസൗഖ്യങ്ങൾ നടക്കുന്നുണ്ട്. തീർച്ചയായിട്ടും കൊണ്ട് ഞാനും കണ്ടിട്ടുള്ളതാണ്. പക്ഷേ ഞാനൊരിക്കലും ആ രീതിയിൽ ചിന്തിക്കുകയോ എന്നെ സുഖപ്പെടുത്തണമെന്നോ എഴുന്നേൽപ്പിച്ച് നടത്തണമെന്നോ തമ്പുരാനോട് ഈ നിമിഷം വരെ ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല. പിന്നെ ഇവരൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഞാൻ പറയും, എൻ്റെ തമ്പുരാനെ കഴിഞ്ഞ് ഇവരാരും ഇല്ലല്ലോ, തമ്പുരാൻ മനസ്സായാൽ ഒരു നിമിഷം കൊണ്ട് എഴുന്നേറ്റ് നടക്കടാന്ന് പറഞ്ഞ് ഇന്ന് ഏൽപ്പിച്ച് വിടാൻ പറ്റും. ഞാൻ ചിന്തിച്ചത് ഞാൻ ഒരുപാട് ഓടിച്ചാടി നടക്കുന്ന ഒരു പ്രകൃതമായിരുന്നുകൊണ്ട് കുറച്ചൊക്കെ അടങ്ങിയിരിക്കടാന്നും പറഞ്ഞ് നട്ടലിനിട്ട് ഒരു ഞൊട്ട് തന്ന അനുഭവം എനിക്കുള്ളൂ. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഞാൻ കാണുന്നതല്ലാതെ ആ ധ്യാനത്തിന് പോയതുകൊണ്ട് ഇവിടെ ചെന്നാലോ സുഖപ്പെടുമെന്നോ ആ രീതിയിൽ ഞാൻ ചിന്തിച്ചിട്ടില്ല. എൻ്റെ ഈ ചെറിയ ചെറിയ വേദനകളും ഈ അസ്വസ്ഥതകളും അതുപോലെ തന്നെ ഈ കയ്പ് നിറഞ്ഞ അനുഭവങ്ങളൊക്കെ വരുമ്പോൾ ഞാനത് പല നിയോഗങ്ങൾ വെച്ച് പ്രാർത്ഥിക്കാറുണ്ട്. ആരും ഒരുവില്ലാത്തവർ, വിവാഹപ്രായം എത്തിയിട്ടും വിവാഹം നടത്താൻ പറ്റാത്തതായിട്ടുള്ള ആളുകൾ, വിവാഹശേഷം വർഷങ്ങൾ പിന്നിട്ടിട്ടും കുഞ്ഞുങ്ങളിൽ കിട്ടാതെ വിഷമിക്കുന്നവർ, ക്യാൻസർ രോഗത്തിലെത്തിപ്പെട്ടവർ, പ്രളയത്തിൽപ്പെട്ടവർ, അതുപോലെ തന്നെ ജയിലിൽ കഴിയുന്നവർ, അങ്ങനെ പല രീതിയിലുള്ള പാപികളുടെ മനസ്സാന്തരത്തിന് ഇങ്ങനെയൊക്കെ ആയിട്ട് നിയോഗങ്ങൾ വെച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു. അവർക്ക് വേണ്ടി എൻ്റെ സമയവും എനിക്ക് ഉണ്ടാകുന്ന ചെറിയ വേദനകളുമൊക്കെ സമർപ്പിച്ച് കാഴ്ചവെക്കുന്നു. കർത്താവ് എന്നെ കൈവിട്ടു എന്നുള്ളതല്ല, എന്നെ ചേർത്ത് പിടിച്ച് ഉള്ളങ്കൈ കൊണ്ട് നടക്കുന്ന പോലെയുള്ള അനുഭവത്തിലും സന്തോഷത്തിലുമാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലാതെ കർത്താവ് എന്നെ കൈവിട്ടു, അല്ലേ എനിക്കിങ്ങനെ വന്നല്ലോ, ഞാനെന്നാ മഹാഭാവം ചെയ്തിട്ടാണ്
ഇങ്ങനെയുള്ള ചിന്തകളൊന്നും എന്നെ അലട്ടിയിട്ടില്ല. ഈശോ എന്നെ സ്നേഹിക്കുന്നു, എന്നെ അറിയുന്നു, എന്നെ മനസ്സിലാക്കുന്നു, എൻ്റെ കാര്യത്തിൽ ശ്രദ്ധയുള്ളവനാണ് എന്നുള്ള ആ ഒരു ബോധ്യം കിട്ടിയതാണ് എനിക്ക് ഏറ്റവും വലിയ സമാധാനമായിട്ട് തോന്നുന്നത്. അല്ലാതെ നിരാശയുടേതോ അല്ലെങ്കിൽ ഇച്ഛാഭംഗത്തിൻ്റെയോ ഒന്നുമില്ല. ഇപ്പം നേരത്തെ ആയിരുന്നതിനേക്കാൾ കൂടുതലായിട്ട് മറ്റുള്ളവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനും എന്ന് പറഞ്ഞാൽ കൂടെ ചെന്ന് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും അവരെ കാര്യങ്ങൾ മനസ്സിലാക്കാനും കേൾക്കാനും അന്വേഷിക്കാനും അവരെ കൂടുതൽ ആശ്വസിപ്പിക്കാനും ഒക്കെ എനിക്ക് സാധിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ പൗരോഹിത്യ ജീവിതത്തിൽ ഇത്രയും കാലത്തിനിടയിൽ കൂടുതലായിട്ട് തമ്പുരാൻ എന്നെ സ്നേഹിക്കുന്നുണ്ടെന്നും തമ്പുരാൻ എന്നോട് കരുണ കാണിക്കുന്നുണ്ടെന്നും എനിക്ക് വേണ്ടി തമ്പുരാനുള്ള കരുതലും ഒക്കെ അനുഭവിച്ചറിയാൻ സാധിച്ചത് ഈ വീഴ്ചയ്ക്ക് ശേഷമാണ്. ഈ ഒരു അനുഭവത്തിലേക്ക് ഈ സഹനങ്ങളും ഞെരുക്കങ്ങളും വേദനകളും ഒക്കെ സ്വജീവിതത്തിൽ വന്നതിന് ശേഷമാണ് എനിക്ക് കൂടുതൽ അനുഭവിച്ചറിയാൻ സാധിച്ചത്. ഞാൻ ഈ കട്ടിലിൽ തന്നെയാണ് കഴിയുന്നത്. അപ്പം മിക്കവാറും ദിവസങ്ങളിൽ ആരെങ്കിലുമൊക്കെ കാണാനും സൗഹൃദം പുലർത്താനും ഒക്കെ വരാറുണ്ട്. ഇവിടെയാണേലും മറ്റെവിടെയാണേലും. കാരണം ഒരുപാട് ആളുകളുമായിട്ട് എനിക്ക് പരിചയവും സുഹൃത്ത് ബന്ധങ്ങളുള്ളത് കൊണ്ട് പലരും വരികയും പോവുകയും ഒക്കെ ചെയ്യാറുണ്ട്. അതിനേക്കാൾ ഉപരിയായിട്ട് അച്ഛന്മാരും കന്യാസ്ത്രീകളും അൽബേനികളും ഒക്കെ കുമ്പസാരിക്കാനായിട്ട് വരാറുണ്ട്. വയ്യാത്ത അച്ഛന് വേണ്ടി അടുത്ത് കുമ്പസാരിക്കണം, വയ്യാത്ത അച്ഛൻ എവിടെ ഉണ്ടോ എന്ന് ചോദിച്ച് പലരും വരാറുണ്ട്. സഹനങ്ങളെ ചോദിച്ചു മേടിച്ച ഒരു പുണ്യവതിയാണ് അൽഫോൻസാമ്മ, ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം. അപ്പോൾ ഒരു ദിവസം എന്തെങ്കിലും സഹനത്തിൻ്റേതായിട്ടുള്ള അല്ലെങ്കിൽ എളിമപ്പെടുത്തൽപ്പെടേണ്ടതായിട്ടുള്ള മറ്റുള്ളവരുടെ മുമ്പിൽ തരം താഴ്ത്തപ്പെടേണ്ടതായിട്ടുള്ള വേദനയായിട്ടൊരു അനുഭവം വന്നില്ലെങ്കിൽ അൽഫോൻസാമ്മ ചോദിക്കുമായിരുന്നു ഞാൻ കേട്ടിരിക്കുന്നത്, നാഥ നീ എന്നെ മറന്നോ? കാരണം ഇന്നെനിക്ക് വേദനയുടേതോ ഞെരുക്കത്തിൻ്റേതോ നിൻ്റെ പീഡാസഹനങ്ങളോട് ചേർന്ന് നിൽക്കാനായിട്ടുള്ള അവസരങ്ങളൊന്നും കിട്ടിയില്ലല്ലോ, അതുകൊണ്ട് നീ എന്നെ മറന്നോ എന്ന് ചോദിക്കുന്ന അൽഫോൻസാമ്മയുടെയൊക്കെ അത് ഞാൻ ചിലപ്പോൾ ചിന്തിക്കാറുണ്ട്. ഓരോ തരത്തിലുള്ള സഹനങ്ങൾ ഓരോരുത്തർക്കുണ്ട്. കർത്താവ് നമുക്ക് തരുന്നതാണ്, അല്ലാതെ കർത്താവ് അറിയാതെയോ സാന്ദർഭികമായിട്ടോ ബൈ ചാൻസായിട്ടോ ഒന്നും സംഭവിച്ചതല്ല. ഇത് കർത്താവിൻ്റെ മഹത്വം വെളിപ്പെടുത്താനായിട്ട് നമ്മളെ ഓരോരുത്തരെയും അവിടുന്ന് ഒരു ഉപകരണങ്ങളാക്കുന്നതായിട്ടാണ് ഞാൻ കാണുന്നത്. സഹിക്കണം എന്നല്ല, പരാതി കൂടാതെ സഹിക്കണം എന്നാണ് അച്ഛൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ഒരു സഹനത്തിൽ ശരിക്കും നമുക്ക് ക്രിസ്തുവിനെ കണ്ടെത്താൻ പറ്റും. പക്ഷെ നമ്മൾ അർപ്പിക്കുന്ന പരിശുദ്ധ ബലി അഭിഷേകമായി മാറണമെങ്കിൽ നമ്മുടെ സഹനങ്ങളും ബലിയോട് ചേർന്ന് നിൽക്കണം എന്ന അച്ഛൻ ഓർമ്മിപ്പിച്ചത്. നമ്മുടെ സഹനങ്ങൾ കൃപയായി മാറുമ്പം നമ്മുടെ വിശ്വാസം വർദ്ധിക്കും, ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കാൻ നമുക്ക് കഴിയും. അതിന് നമ്മളെ സഹായിക്കട്ടെ. വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.